ചെറുപ്പക്കാർ അധികമായി എന്തുകൊണ്ട് പെന്തക്കോസ്തു മാർഗം വിട്ടുപോകുന്നു? അനേകം യുവജനങ്ങൾ കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ പെന്തക്കോസ്തു സമൂഹം വിട്ടു പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവർ വിട്ടത് പെന്തക്കോസ്തു സമൂഹമാണ്, അല്ലാതെ ദൈവവിശ്വാസമല്ല. ചില കാരണങ്ങൾ നോക്കാം. 1. അവരിൽ 90% വ്യക്തികളും ബൈബിൾ വായിച്ചിരുന്നു. 2. ബൈബിളിലുള്ളതും സഭയിലുള്ളതുമായ അധിക അന്തരം. 3. എല്ലാ വിഭാഗങ്ങളിലെയും തീവ്രവിഭാഗങ്ങൾ പോലെ ക്രിസ്തീയ തീവ്രവാദ മേഖലയായി പെന്തക്കോസ്തു പ്രവർത്തിക്കുന്നു. 4. സ്നേഹത്തിനോ മാനുഷിക മൂല്യങ്ങൾക്കോ വ്യക്തിജീവിതത്തിനോ പ്രാധാന്യമില്ല. 5. അടിച്ചേൽപ്പിക്കുന്ന ചട്ടങ്ങൾ. വെള്ളയും ധരിക്കണം, ആഭരണം അയിത്തം, മറ്റു മതങ്ങളോടുള്ള അയിത്തം എക്സെട്ര. 6. പരസ്പരം ബഹുമാനമില്ലാത്ത അവസ്ഥ. സ്വസഭകളിലുള്ളവരോടും അന്യസഭകളോടും വ്യക്തികളോടുമുള്ള പുച്ഛം. 7. ദശാംശം കൊടുത്തില്ലേൽ മുടിഞ്ഞുപോകും. 8. ഒരു വ്യക്തി ഏതെങ്കിലും പ്രശ്നങ്ങളിലായാൽ ആ വ്യക്തിയെ വാക്കുകൾ കൊണ്ടോ ഒരു കൗൺസിലിംഗ് മുഖാന്തരമോ സാമ്പത്തിക പ്രശ്നങ്ങളിലാണെങ്കിൽ അതിൽ സഭയായി സഹായിക്കുകയോ ചെയ്യാതെ എന്ത് സംഗതിയുണ്ടായാലും പ്രാർത്ഥിക്കാം എന്ന ഒരു ഒഴിവിൽ തടിതപ്പും. 9. വിവാഹങ്ങൾ നടത്തുന്നതിൽ ബേസിക്കായുള്ളൊരു കൗൺസിലിംഗ് പോലും നൽകുകയോ പരസ്പരം തുറന്നറിയാനോ സാധിക്കുന്ന ഒരു സംഗതിയില്ല. 10. ചെറുപ്പക്കാരിൽ പ്രണയം പാപം. അതേപ്പറ്റി ഡിബേറ്റുകൾ, സെമിനാറുകൾ ഒക്കെ നടത്തി ജനത്തിന്റെ മനസ്സിലേക്ക് മറ്റൊരു വിഷം കുത്തിവെക്കുന്നു. 11. വിവാഹമോചനമെന്നത് ഒന്ന് ഉറങ്ങി അണിയിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒന്നല്ല. അനേക പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഒന്നിച്ചോ അല്ലാതെയോ എടുക്കുന്ന തീരുമാനമാണ്. പെന്തക്കോസ്തു സഭ ഇതിനെ ഒരു ഹീനമായ പ്രവൃത്തിയാണ് കാണുന്നു. 12. തമ്മിൽ തല്ലിച്ചാകുകയോ അല്ലെങ്കിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുകയോ ചെയ്യാതെയിരിക്കാൻ കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകത്തോടെ ഇടപെടാൻ സഭകളും അതിലുള്ളവരും ഇന്നും ശീലിച്ചിട്ടില്ല. 13. ഒരുവനൊരു പ്രശ്നത്തിൽ കുഴപ്പത്തിൽ ഒക്കെ പെട്ടാൽ അവൻ പിന്നെ സഭയിൽ വെറുക്കപ്പെട്ടവനായി മാറുന്നു, അവനെ തഴഞ്ഞുകളയുന്നു. 14. പലയിടത്തും സഭകളിൽ ശുശ്രൂഷകർ ജനത്തിന്റെ നന്മയ്ക്കല്ലാതെ സ്വന്തം സാമ്പത്തികത്തിനായി സംസാരിക്കുന്നു, അതിനായി പ്രവർത്തിക്കുന്നു. 15. പരസ്പരം സഭകൾ വ്യക്തികൾ തമ്മിൽ ഒട്ടും സഹകരണമില്ലാത്ത ഒരു സമൂഹം. അവരുടെ മതിൽകെട്ടും അതിന്റെ ഉള്ളുമാണ് അവരുടെ ലോകം. എല്ലാവർക്കും വെവ്വേറെ കർത്താവ്, വെവ്വേറെ സുവിശേഷം. ശുശ്രൂഷകൻ ഒരു നിയമം, വിശ്വാസിക്കൊരു നിയമം. സ്വന്തം സഹോദരങ്ങളെപ്പോലും അവൻ ഇതര മതസ്ഥരായാൽ ഈ സുവിശേഷത്തിന്റെ പേരിൽ പലതിലും മാറ്റി നിർത്താൻ പഠിപ്പിക്കുന്ന സഭകൾ. സ്നേഹമില്ലാത്ത സഭകൾ. പണം, അതിന്റെ ആധിക്യത്തിലുള്ള അന്ധത. സകലത്തിന്റെയും ആധാരം പണമായി മാറി. കള്ളപ്രവചനങ്ങളും വ്യാജ രോഗശാന്തി ശുശ്രൂഷ പ്രകടനങ്ങളും. ഇതൊക്കെ ജനത്തെ ആകർഷിക്കാനുള്ള വിദ്യകളായി മാറി. പെന്തക്കോസ്താൻ ക്രിസ്തുവിൽ ശരി, ബാക്കിയെല്ലാം തെറ്റ് എന്ന ഭാവം. ദിനംപ്രതി കൂടുന്ന സഭകളുടെ എണ്ണപ്പെരുപ്പം. ഈ പറഞ്ഞതിനേക്കാൾ കൂടുതലുണ്ടാകും ഇത് വായിക്കുന്ന വിശ്വാസികൾക്ക് പറയാൻ. നിങ്ങളും പറയൂ, കണ്ണു തുറക്കട്ടെ സഭകളുടെ, പെന്തക്കോസ്തു പ്രസ്ഥാനത്തിന്റെ. ഇമ്മാതിരി ഉഡായിപ്പ് സംഗതികളൊക്കെ ക്രിസ്തുവിന്റെ പേരിൽ വെച്ച് വിളമ്പുമ്പോൾ തലയ്ക്ക് വെളിവും ബൈബിൾ വായനയുമുള്ള ഒരാൾ എങ്ങനെ നിൽക്കും? ഇതൊക്കെ കണ്ടിട്ടും ജനം നിൽക്കുന്നത് അവർക്ക് എവിടെയെങ്കിലും ഞായറാഴ്ച ഒന്നുപോയി ഇരിക്കണമല്ലോ എന്നോർത്തു മാത്രമാണ്. ഒരുവന്റെ ആത്മാവിന്റെ രക്ഷയോ നിത്യജീവനോ ഒന്നുമല്ല എന്ന സഭകളിലെ വിഷയം. അത്ഭുതം, പ്രവചനം, പണം, പേരുകൾ, വിദേശയാത്ര, വണ്ടി, വാഹന, സാമ്പത്തിക നന്മകൾ, പുതിയ പ്രോജക്റ്റുകൾ, കെട്ടഴിയലുകൾ, അങ്ങനെ. ഇതിനപ്പുറം ഒരു വസ്തു സഭകളിൽ പറയുന്നില്ല. ഇതൊക്കെ എന്നു മാറുന്നുവോ, സ്വാർത്ഥത വിടുന്നോ അന്നേ ഒരു നല്ല സഭയുടെ ഭാഗമായി എന്ന് വ്യക്തികൾ ചിന്തിക്കൂ. ക്രിസ്തു എന്തു പകർന്നു തന്നു, നിങ്ങൾ ജനത്തിനെന്തു പകർന്നു നൽകുന്നു? ചിന്തിക്കൂ. വിവേകമുണ്ടാകട്ടെ.